ഹലോ, നമുക്കൊരു റേഡിയോ കിട്ടിയിട്ടുണ്ട്. ഒരാൾ സർവീസ് കൊടുക്കാമെന്നും പറഞ്ഞ് തന്നാണ്. പുള്ളി പറഞ്ഞത് റേഡിയോ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്, പക്ഷേ ഈ സ്റ്റേഷൻ മാറുന്നില്ല, അങ്ങനെ മാറ്റാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാകുന്നുണ്ട്. അത് കാരണം ഇതിങ്ങനെ നീക്കി വെച്ച് പോയതാണ്. അങ്ങനെ ഇരുന്ന റേഡിയോ ആണ്, പക്ഷേ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് പറയുന്നത്. നമുക്ക് ഏതൊക്കെയാലും ഈ റേഡിയോ ഫിലിപ്സിൻ്റെ 3 ബാൻഡ് റേഡിയോ ആണ്. നമുക്കിതൊന്ന് അഴിക്കാം. പുള്ളി പറഞ്ഞത് ഇത് വർക്ക് ചെയ്യുന്നതായിരുന്നോ, അതിൻ്റെ ബാക്കി ഭാഗം നമുക്കൊന്ന് ചെയ്യാം. റേഡിയോ അഴിച്ചിട്ടുണ്ടേ. നമുക്ക് ഓഡിയോ കമ്പോണൻ്റൊന്നും അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കാണുന്നില്ല. ആൻറ്റിന പിടിപ്പിക്കുന്നില്ല. ഈ പോസിറ്റീവ് നെഗറ്റീവും വയർ ഇത് മാറ്റിയിട്ടുണ്ട്. ബാക്ക് ക്യാബിന് ബാറ്ററി ഒന്ന് കൊടുത്ത് നോക്കാവേ. ഓക്കെ, ഇതിന് നോയ്സ് ഉണ്ട്. പക്ഷേ സിഗ്നൽ നമുക്ക് ട്യൂൺ ചെയ്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് ട്യൂൺ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. കാരണം അതിൻ്റെ ത്രെഡെല്ലാം പൊട്ടിയിട്ടില്ല, അഴിഞ്ഞ് കിടക്കുക. അപ്പോൾ അത് സ്ട്രക്കായിട്ട് നിൽക്കുക. PCB ഞാനിങ്ങനെ ഊരി മാറ്റിയിട്ടുണ്ട്. IF പിടിക്കുമ്പോഴുള്ള ആ സിഗ്നൽ റിസീവിങ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നതാണ്. ഇതിൽ ടച്ച് ചെയ്യുമ്പോൾ അപ്പം PCBയിൽ നമുക്ക് സിഗ്നൽ റിസീവ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ട്യൂണറിൽ നമുക്ക് ട്യൂൺ ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തോ ചിലപ്പം ഇരുന്ന് പോയതായിരിക്കാം. പുള്ളി ഉപയോഗിക്കാതിരുന്നിട്ട് ചിലപ്പം നോർമലി കംപ്ലൈൻറ്റ് വരാം. ഇതെല്ലാ റേഡിയോക്കും വരുന്ന ഒരു കംപ്ലൈൻറ്റാണ് ഇത്. ഇത് ഷോർട്ട് വേവിൽ ചെറിയ സിഗ്നൽ റിസീവ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് പ്രോപ്പറല്ല. 2 or 3 സ്റ്റേഷനൊക്കെ ഷോർട്ട് വേവിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഷോർട്ട് വേവിൽ ഒരുപാട് സ്റ്റേഷൻ നല്ലപോലെ റിസീവ് ചെയ്യാൻ പറ്റുന്ന റേഡിയോ. ഫിലിപ്സിൻ്റെ എല്ലാ റേഡിയോയും ഷോർട്ട് വേവ് ഒക്കെ നല്ലപോലെ റിസീവ് ചെയ്യുന്നു. അപ്പോൾ ഷോർട്ട് വേവ് ഇത്രയും പോരാ. നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ട ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാം ഓക്കെ ആയതുകൊണ്ട് ഈ സ്വിച്ച് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ചിലപ്പോൾ ഈ വെറുതെ ഇരിക്കുമ്പോൾ ഇതിനകത്ത് പൊടി കയറി കോണ്ടാക്റ്റ് പോകും. പ്രോപ്പറായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാതെ നിങ്ങൾ ഓസിലേറ്ററും ആൻറ്റിന കോയിലും എല്ലാം പ്രോപ്പറായിട്ട് കോണ്ടാക്റ്റ് ഇല്ലെങ്കിൽ സിഗ്നൽ കറക്റ്റായിട്ട് റിസീവ് ചെയ്യത്തില്ല. നമ്മൾ സാധനം സ്വിച്ച് ക്ലീൻ ഓയിൽ എടുത്തിട്ട് കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്നോ എടുത്തിട്ട് ഞാൻ ശകലം പാരച്യൂട്ടിനകത്ത് മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കും. നല്ലപോലെ ഒഴിച്ചു. നമുക്ക് ഈ ടെസ്റ്റ് ചെറിയ സ്ക്രൂ ഡ്രൈവറെ കുത്തി അതൊഴിക്കാൻ നല്ലപോലെ ഇറങ്ങി എന്നിട്ട് സ്വിച്ച് നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് നമുക്ക് ഒരു 2 സൈഡിലിട്ട് ചെറുതായിട്ടൊന്ന് തിക്കി പിടിച്ച് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി സ്വിച്ച് തന്നെ. ഇതിന് ലെഗ് ഒരുപാടുള്ളതുകൊണ്ട് ഇത് അഴിച്ച് ക്ലീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ബാറ്ററി ഒന്നും കൊടുത്ത് നോക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ റേഡിയോയുടെ വർക്കിംഗ് ചെയ്യാൻ പോകണം. ഷോർട്ട് വേവിലിടുന്നു. ഓക്കെ, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഷോർട്ട് ഒരുപാട് സ്റ്റേഷൻ ഇപ്പം മുമ്പത്തേക്കാളും ക്ലിയറായിട്ട് എടുക്കുന്നുണ്ട്. ആദ്യം 1-2 സ്റ്റേഷൻ നമുക്ക് കിട്ടത്തില്ല. ഇപ്പം നമ്മൾ സ്വിച്ച് കറക്റ്റായിട്ട് നല്ലപോലെ സ്റ്റേഷൻ റിസീവ് ചെയ്യുന്നുണ്ട്. ഷോർട്ട് വേവിൽ ഇത്രയും നല്ല രീതിയിൽ തന്നെ റിസീവ് ചെയ്യും. ഇപ്പം മീഡിയത്തിൽ നിന്നിട്ട് മീഡിയം റിസീവ് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ ബാൻഡെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം ക്ലിയറായിട്ട്. പക്ഷേ അത് ഇതിൻ്റെ ശേഷം മാറ്റാത്ത വന്ന് ഇത് ചിലപ്പം പുള്ളി ഇരുന്ന് പോയതായിരിക്കും. ഈ സ്വിച്ചിൽ പെട്ടെന്ന് പൊടി ഒരുപാട് കയറും. എല്ലാ റേഡിയോയുടെ സ്വിച്ചിൽ മിക്കവാറും തന്നെ പൊടി കയറി നമുക്ക് അനുഭവം ഉണ്ടാകും. നമുക്ക് ചെയ്യേണ്ടത് ഇത് നമുക്ക് സ്റ്റേഷൻ മാറ്റാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. ത്രെഡ് അഴിഞ്ഞെടുക്കണം. ഇത് കെട്ടിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇതിൻ്റെ ഡ്രമ്മിൽ ഒരു റോഡ് ചുറ്റിയിട്ട് 3 റൗണ്ട് ചുറ്റി നമ്മൾ ഈ പുള്ളിയിലിട്ട് ആ പുള്ളിയിലേക്ക് വലിച്ച് നേരെ
അകത്തോട്ടിട്ട് കെട്ടുന്ന പരിപാടി നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത്. നമുക്കിത് എങ്ങനെ കെട്ടിയെടുക്കാം? ഈ ത്രെഡ് തന്നെ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് കെട്ടാൻ പോകുന്നത്. അപ്പം ഈ ത്രെഡ് അഴിച്ചെടുക്കണം നല്ലപോലെ. അതിനൊരു സ്പ്രിങ്ങാണ്, ടെൻഷൻ ഇടാൻ വേണ്ടിയുള്ള സ്പ്രിങ്ങാണ്. സ്പ്രിങ് ഇട്ടില്ലെങ്കിൽ ഇത് നല്ലപോലെ വലിച്ച് കെട്ടാൻ അറിയാവുന്നവരൊക്കെ ആണെങ്കിൽ തുറന്നുള്ളൂ, ഒരു കുഴപ്പമില്ല. നമുക്ക് ഈ ത്രെഡ് ഊരിയെടുക്കാം. അതിൻ്റെ സ്റ്റേഷൻ്റെ നീഡിൽ ശ്രദ്ധിച്ച് വരണം, കാരണം അത് വലിച്ചു വരുമ്പം പൊട്ടിപ്പോരുത്. ഏതെങ്കിലും ഒരു സൈഡിലത്തെ ഒരു കെട്ടങ്ങ് അഴിക്കുക, ഒരു കെട്ട് വരെ കിടക്കണം. ഇനി ഇതിനകത്ത് കുറേ ഹോളുകളുണ്ടോ നേരെ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്നത്. ഏതെങ്കിലും 2 ഹോള് എടുത്തിട്ട് നേരെ ഇരിക്കുന്ന 2 ഹോൾ എടുത്തിട്ട് നമ്മൾ ഈ ഡ്രമ്മിന് ഈ 2 ഹോള് മുകളിലോട്ടുള്ള 2 ഹോൾ നമ്മൾ ഈ ഡ്രമ്മിനകത്തും ഹോളുകൾ കാണും കുറേ. അത് ലെവലാക്കിയിട്ട് അതിനകത്തൊന്ന് വെക്കണം, നേരെ പിടിക്കണം. എന്നിട്ട് 2 സ്ക്രൂ, ടൈറ്റൊന്നും ചെയ്യണ്ട, വെറുതെ ലൂസ് സ്ക്രൂ ആണല്ലോ ഇട്ട് കൊടുക്കുക അതിനകത്തോട്ട്. ഈ 2 ഹോളിനകത്ത് ഉണ്ടോ, ടൈറ്റാക്കി പൊട്ടിപ്പോരുത്. അപ്പോൾ ഈ സ്ക്രൂ ഇടുന്നതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ത്രെഡ് വലിച്ച് കെട്ടുമ്പം ഇതിൻ്റെ ഡ്രം അനങ്ങത്തില്ല. കണ്ടോ? ഇനിയിപ്പോൾ നമുക്കിത് ഒരു ചുറ്റിങ്ങനെ എടുത്തിങ്ങനെ ചുറ്റുക, അതിന് ഒരെണ്ണം ചുറ്റിയെടുത്ത് ഒരു റൗണ്ട് ചുറ്റിയെടുക്കുക. ഇനി നമ്മുടെ ഈ പുള്ളി ഉണ്ടോ, തിരിക്കുന്ന നോബുള്ള പുള്ളി, ഒരു 3 ചുറ്റ് ടൈറ്റായിരിക്കണേ. ഇപ്പം നമ്മുടെ ഡ്രം അനങ്ങത്തില്ല, നമുക്ക് ആ സ്ക്രൂ ഇട്ട് വെച്ചിരിക്കുന്നുണ്ട്. ഇതൊരു കൈ കൊണ്ട് പിടിക്കേണ്ട ആവശ്യമില്ല. ഇത് നേരെ വലിച്ച് ഈ പുള്ളിയിലോട്ട് ഉണ്ടോ, അതവിടെ അനങ്ങാതിരുന്നോളും. ആ സ്ക്രൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നേരെ താഴത്തെ പുള്ളിയിലോട്ട്, നേരെ മുകളിലോട്ട് വന്നിട്ട് ഒരു റൗണ്ട് കൂടെ ഈ ഡ്രമ്മിലോട്ട് ചുറ്റണം. ഒറ്റ റൗണ്ട്, ഒരു റൗണ്ട് കൂടെ അങ്ങനെ ചുറ്റണം. ഇതുണ്ടോ, ഒരു റൗണ്ട് കൂടെ. ഒരു റൗണ്ട് ചുറ്റുക. എന്നിട്ട് നമ്മൾ ആദ്യം തുടങ്ങി എടുത്ത വഴിയല്ലാതെ തൊട്ടിപ്പുറത്ത് തന്നെ ചെറിയൊരു വെട്ട് കാണാം, അതിലേ നമ്മൾ എടുക്കണം, ഈ ലാസ്റ്റ് വരുന്ന ഭാഗം. അപ്പോൾ അതിന് ഒരു ഔട്ടും ഒരു ഇന്നും കാണും, 2 ഉണ്ടോ, അതിലേക്ക് കയറ്റി എടുത്തിട്ട് ഇവിടെ നമ്മൾ അഴിച്ച കാലിലോട്ട് ചുറ്റി 2 ചുറ്റി നല്ല ഒരു 2 ചുറ്റി ഒരു കെട്ടൂടെ കെട്ടണം. ഒരു കെട്ട് അതിനിടയ്ക്ക് വഴി ഇട്ടിട്ട് കെട്ടാൻ പറ്റുവാണെങ്കിൽ പതിയെ സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് അടിവഴി എടുത്തിട്ട് ഒരു കെട്ടൂടെ കെട്ടി അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ പരിപാടി, ഈ ത്രെഡ് കെട്ടുന്ന പരിപാടി കഴിഞ്ഞു. പിന്നെ നമ്മുടെ ടെൻഷൻ്റെ സ്പ്രിങ് ഉണ്ട്. ആ സ്പ്രിങ് നമുക്ക് ലാസ്റ്റ് വന്ന ഭാഗത്ത് നമ്മൾ അഴിച്ചെടുത്ത രീതി നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെ ഒരു ഹോളിനകത്തിട്ടിട്ട് വെറുതെ ആ ത്രെഡിലോട്ടൊന്ന് കയറ്റിയിട്ട് കഴിഞ്ഞാൽ അതിന് ചെറിയ വലിവിടെ കിട്ടും. നമ്മളെ തിരിക്കുമ്പോഴുള്ള നമ്മൾ നല്ല നീറ്റായിരിക്കും. ഉണ്ടോ, ഇങ്ങനെ സ്പ്രിങ്ങും കയറ്റിയിട്ടാൽ മതി. ഞാൻ ആ സ്പ്രിങ്ങിൻ്റെ ഫ്രണ്ടിൽ നമ്മളെ കെട്ടി നിർത്തിയെടുത്ത ശകലം പശ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫിറ്റ് ചെയ്യാം. ഇതല്ലേ നമ്മളെ ഗ്യാങ്ങിലോട്ടുള്ള സ്ക്രൂ ഇടാം. ഇനി നല്ല ഇതിൻ്റെ 3 ലെഗും നല്ല കറക്റ്റായിട്ട് അതിനകത്ത് ഇറങ്ങണം. ഒരു ലെഗെങ്കിലും ഇറങ്ങാതെ ഉണ്ടോ, അതുപോലെ ഇരുന്നാലും ഇത് തിരിയും. കുറച്ച് കഴിയുമ്പോൾ ഇത് ഡ്രമ്മ് തെന്നിപ്പോവും. അതിലും തെന്നിപ്പോയതായിരിക്കും. നല്ലപോലെ സ്കൂട്ടറിന് കയറ്റി വെക്കണം. ഇത് നമുക്ക് തിരിച്ച് നോക്കട്ടെ. ഉണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ടൂണർ ഗ്യാങ് കപ്പാസിറ്റർ തിരിയുന്നുണ്ട്. 3 ലെഗും കറക്റ്റായിട്ടായിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ നീഡിൽ സെറ്റ് ചെയ്യുന്നത് നേരെ നമ്മൾ റേഡിയോ ഓണാക്കിയിട്ട്, ഇപ്പോൾ നമ്മൾ PC വർക്കാണല്ലോ, റേഡിയോ ഓണാക്കിയിട്ട് താഴെ 455 kHz കൊണ്ട് വെക്കുക. ഇതാ നീഡിൽ വലിച്ച് നേരെ വെച്ചിട്ട് ഇതാ ത്രെഡിനകത്തോട്ട് കയറ്റിയിട്ടാൽ മതി. നമ്മൾ ആ ഊരിയെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഐഡിയ കിട്ടും, നീഡിൽ എങ്ങനെ കയറ്റിയിടുന്നത്. കാരണം ഒരു ലോക്ക് പോലെ സാധനത്തോട്ട് കയറ്റിയിട്ടാൽ മതി. അത് കയറ്റിയിടാൻ എളുപ്പമാണ് കേട്ടോ. കാരണം ഇതിപ്പോൾ ഈ 455 kHz ഭാഗത്ത് കൊണ്ട് വെച്ചിട്ട് നമുക്കപ്പം അവിടെ നമ്മുടെ ഇത് കിട്ടും. നീഡിൽ നമുക്ക് അടിയിൽ നിന്ന് ഇതിൻ്റെ അടിവശത്തായി വരുന്നതുകൊണ്ട് നമുക്ക് ഇതെല്ലാം ഫിറ്റ് ചെയ്താലും നീഡിൽ അടിയിൽ നിന്ന് കയറ്റി വെക്കാൻ പറ്റും.
നമ്മൾ റേഡിയോ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഞാൻ ഓണാക്കാതെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റേഷൻ റിസീവ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് വേറെ ಪುಸ್ತಕಗಳು ವಿವಿಧ ಅಭಿವೃದ್ಧಿ ಯೋಜನೆಗಳಿಗೆ ರಾಷ್ಟ್ರಪತಿ ದ್ರೌಪದಿ ಮುರ್ಮು ಚಾಲನೆ. തനക്ക് കിട്ടുകയാണ്. മുന്നൂറുകൾക്ക് സിഗ്നൽ കൊടുത്ത് അത് വാർത്തകളുടെ വിവരം ಮುಂದಿನ అఖండ విజయం యెహోవా నాయకత్వానికి దేవునికి